നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഓരോ ആഭരണം ഇടുമ്പോഴും നിനക്ക് ഭംഗി കൂടി വരിക. ഒന്ന് സന്തോഷത്തോടെ ഇരിക്കും കുട്ടി. എന്താച്ചാ? ഒന്നുമില്ല മോളെ, എല്ലാം തയ്യാറായോന്നറിയാൻ. ഒരുക്കി കഴിയാറായി അച്ഛാ. കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ മറന്നു കളയാം. മനുഷ്യജന്മത്തില് വിധി എന്നൊന്നുണ്ട്. അത് നമ്മളല്ല, ദൈവം തന്നെയാ തീരുമാനിക്കാം. അതിൽ നിന്ന് മാറി നടക്കാനൊക്കെ നമുക്ക് ശ്രമിക്കാം. പക്ഷേ ഒടുവിൽ എന്താണോ തീരുമാനിക്കപ്പെട്ടത് അതിലേക്ക് തന്നെ നമ്മൾ തിരിച്ചെത്തിയേ പറ്റൂ. നിന്റെ യോഗം ഇതാണ്. ഭർത്താവിന്റെ വീട്ടിലേക്ക് എത്തുമ്പോ അവിടെ കുറെ മുതിർന്നവരുണ്ടാവും. അവരെ ദൈവത്തിന്റെ സ്ഥാനത്ത് തന്നെ കാണണം. ആ രീതിയിൽ ബഹുമാനിക്കണം. അവരെ സ്നേഹത്തോടെ പരിചരിക്കണം. നീ പോകുന്നത് സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബത്തിലേക്കാണ്. അവർ കോടീശ്വരന്മാരാണ്. അവിടുത്തെ സൗഭാഗ്യങ്ങളിൽ ഒരിക്കലും മതിമറക്കരുത്. അഹങ്കാരം മനസ്സിലേ ഉണ്ടാവരുത്. സാധാരണ എല്ലാവരും പറയും, ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അയക്കുന്നതോടെ അച്ഛനമ്മമാരുടെ ഭാരം തീർന്നു. അവർക്ക് മനസ്സമാധാനത്തോടെ ഉറങ്ങാന്ന്. പക്ഷെ അത് സത്യമല്ല. പെൺകുട്ടികളെ വിവാഹം കഴിച്ച് അയക്കുമ്പോഴാ അച്ഛനമ്മമാരുടെ അസ്വസ്ഥത കൂടുന്നത്. അവൾ അവിടെ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഏത് നേരവും ചിന്തിച്ചുകൊണ്ടിരിക്കും. അമ്മ പറഞ്ഞത് നമുക്ക് മനസ്സിലായോ? നിന്റെ ഒരു പ്രവൃത്തി കൊണ്ട് ഒരു കാരണവശാലും അച്ഛനമ്മമാർക്ക് മറ്റുള്ളവരുടെ മുന്നിൽ തല കുനിക്കേണ്ടി വരരുത്. അച്ഛാ, അതൊരിക്കലും ഉണ്ടാവില്ല. അച്ഛനെയോ അമ്മയോ ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല. പ്രിയങ്ക പറയേണ്ട മറുപടി രാധികയാണല്ലോ പറയുന്നേ. കല്യാണം ഇയാളുടെ ആണെന്ന് കരുതിയോ? നിന്നെ കുറിച്ച് അച്ഛൻ അങ്ങനെയുള്ള ആശങ്കയൊന്നുമില്ല കേട്ടോ. പൂ ചൂടിയില്ലേ ഇതുവരെ? പൂ വയ്ക്കാൻ തുടങ്ങായിരുന്നു. എന്നിട്ട് പൂ എവിടെ? അത് എടുത്തിട്ട് വരാം. പിന്നെ എന്തിനാ ഇവിടെ വായും പൊളിച്ച് നിൽക്കുന്നേ? പോയി എടുത്തോണ്ട് വാ. ദേവ, അവിടെ നിന്നെ ആളുകൾ തിരക്കുന്നു. നീ വാ. മോളെ, അച്ഛൻ അങ്ങോട്ട് പോയിട്ട് വരാം. അച്ഛൻ പോയിക്കോ, എന്നെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. സോന, അവിടെ സിനിമയുടെ പൂജ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. എന്ത് ചെയ്യാനാ? ഇത്രയും നല്ല അവസരം കിട്ടിയിട്ട് അതിന് പോവാൻ പറ്റില്ല എന്ന് വെച്ചാ? ഇവിടെ നിന്ന് ഇറങ്ങി ഓടിയാലോ എന്ന് വരെ എനിക്ക് തോന്നുന്നുണ്ട്. നാശം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.